ഇടുക്കി കഞ്ഞിക്കുഴി പ്രദേശത്തെ സാധാരണക്കാരനായ യുവാവ്. അയാളെ വിടാതെ പിന്തുടരുന്ന ഭൂതകാലം. ജോലി പോലുമില്ലാത്ത അയാളുടെ ജീവിതത്തിൽ പ്രണയം സംഭവിക്കുന്നതും അതിൽ സമൂഹം കെട്ടിപ്പൊക്കിയ മതിലുകൾ തീർക്കുന്ന പ്രതിബന്ധങ്ങളും. സിനിമയിൽ പുതുതല്ലാത്ത പ്രമേയമാണെങ്കിലും ഈ കഥ പറയുന്നത് നാദിർഷ ആണെങ്കിലോ ചിരിയും പ്രണയവും ഗാനങ്ങളുമായി അത് പ്രേക്ഷകർക്ക് സമ്പൂർണ്ണ സിനിമാറ്റിക് വിരുന്നായിരിക്കും. അതുതന്നെ സംഭവിക്കുന്നു വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായ മാജിക മഷറൂം ൽ. നാദിർഷയുടെ സംവിധാനത്തിൽ വൻതാരനിരയുള്ള ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് നവാഗതനായ ആകാശ് ദേവാണ്. ലിജോ ജോസഫ് എല്ലിശ്ശേരിയുടെ അങ്കമാലി ഡയറീസ്, ഈമയ്യാവു, ജല്ലിക്കെട്ട് എന്നീ ചിത്രങ്ങളിൽ അഭിനേതാവായും ശ്രദ്ധേയനാണ് ആകാശ് ദേവ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായ ചിത്രത്തിൽ ഹരിശ്രീ അശോകൻ, അജു വർഗീസ്, ജോണി ആന്റണി, ജാഫർ ഇടുക്കി, അൽത്താഫ് സലിം ഉൾപ്പെടെയുള്ളവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. അക്ഷയ ഉദയകുമാറാണ് നായിക. മീനാക്ഷി ദിനേശും നായികാപ്രാധാന്യമുള്ള വേഷത്തിലുണ്ട്. കൊച്ചെറുക്കൻ അഥവാ അയോൺ എന്ന കഥാപാത്രത്തെയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ജാഫർ ഇടുക്കി അവതരിപ്പിക്കുന്ന ജോസ് എന്ന കഥാപാത്രത്തിന്റെ മകനാണ് കൊച്ചെറുക്കൻ. ജോസും ജോസിന്റെ മാതാവും കൊച്ചെറുക്കനും ഉൾപ്പെടുന്ന സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബം. കാര്യമായ വിദ്യാഭ്യാസമില്ലാത്ത കൊച്ചെറുക്കന് തന്റെ കുട്ടിക്കാലത്തെ ഏറ്റവും മോശം അനുഭവം ജീവിതത്തിലുടനീളം വേട്ടയാടുന്നുണ്ട്. അന്തർമുഖൻ കൂടിയായ കൊച്ചെറുക്കന്റെ ജീവിതത്തിലെ പാളിപ്പോയ പ്രണയത്തിൽ നിന്നാണ് കത്തുടങ്ങുന്നത്. തിരക്കഥയിലെ ചില സൂക്ഷ്മഘടകങ്ങൾ പ്രത്യേക പരാമർശം അർഹിക്കുന്നുണ്ട്. നായികയുടെ പേരിന് ചിത്രത്തിന്റെ കഥാഗതിയിൽ വലിയ പ്രാധാന്യമുണ്ട്. അതുപക്ഷേ വെളിപ്പെടുന്നത് ക്ലൈമാക്സിൽ മാത്രമാണെന്നതാണ് തിരക്കഥയിലെ ബ്രില്യൻസ്. സംവിധായകൻ എന്ന നിലയിൽ നാദിർഷ വീണ്ടും മികവ് തെളിയിക്കുന്നു.